Hello friends, everyone പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള എഡിറ്റിംഗ് ട്യൂട്ടോറിയലാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോട്ടോഗ്രാഫിയൊക്കെ ഭയങ്കര ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നോർമൽ ഒരു പൂവിൻ്റെ ഫോട്ടോ എടുത്താൽ കൂടി അത് പൂവിൻ്റെ ഫോട്ടോ എന്ന് വില കുറച്ചല്ല, പൂവിൻ്റെ ഫോട്ടോ എടുത്തെങ്കിൽ കൂടിയും അത് നമ്മൾ സാധാ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ഒന്നും കിട്ടില്ല. പക്ഷേങ്കിൽ നമ്മൾ നല്ല എഡിറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഗെറ്റപ്പ് ആക്കി ഇടുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോസ്റ്റിന് ലൈക്കും റീച്ചും എല്ലാം തന്നെ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വായിക്കാൻ ശ്രമിക്കുക. നല്ല അടിപൊളിയായിട്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സ്നാപ്സീഡ് മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്നാപ്സീഡ് ഓപ്പൺ ആക്കാം. ഞാൻ ഓൾറെഡി സ്നാപ്സീഡിൽ ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവ് ടൂൾ ഓപ്പൺ ആക്കാം. കർവ് ടൂൾ ഓപ്പൺ ആക്കിയ ശേഷം ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. സൈഡിൽ അതിന് ഗ്രാഫ് കാണുന്നുണ്ട്. മേലോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എക്സ്പോഷർ കൂടും, താഴത്തോട്ട് പറയുമ്പം ആ ലൈറ്റൊക്കെ കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഏകദേശം ആ പൂവിൻ്റെ കളർ പോകാണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിന് ബ്ലാക്ക് രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ വലിയ എഡിറ്ററൊന്നുമല്ല, ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് പഠിച്ചെടുത്ത് അറിയുമെന്ന് പറയുന്നത്. കറക്റ്റായിട്ടാണെന്നൊക്കെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ ഏകദേശം ആ ബ്ലൂ ടിക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ അത് കുറച്ചും കൂടി മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ആ പൂവിൻ്റെ ബ്രൈറ്റ്നസ് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത്. ഇനി നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഹീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ ഹീലിംഗ് ചൂസ് ചെയ്തു. ഹീലിംഗ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറിയ ആ മഞ്ഞ കളറും അതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ഫോട്ടോ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഡാർക്ക് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. പൂവിൻ്റെ അങ്ങോട്ട് കൂടുതൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവിൻ്റെ അത് ഹീൽ ചെയ്യുന്നവർക്ക് ശരിക്കും അറിയാൻ സാധിക്കുള്ളൂ. കുറേ നമ്മൾ ഉറച്ച് കഴിയുമ്പം പൂവിൻ്റെ ഷെയ്ഡൊക്കെ വന്നിട്ട് അതിൻ്റെ പെർഫെക്ഷൻ പോകാൻ സാധ്യതയുണ്ട്. ഇനി സെലക്റ്റീവ് ടൂൾ ചൂസ് ചെയ്യാം. എന്നിട്ട് പൂവിൻ്റെയൊക്കെ ബ്രൈറ്റ്നസ് കുറച്ച് കുറയ്ക്കാം. ഏകദേശം ഇതുപോലെ തന്നെ നമ്മൾ ബ്രൈറ്റ്നസ് കൂടുതലുള്ള പൂവിൻ്റെ എല്ലാത്തിനെയും തന്നെ സെലക്റ്റീവ് ഉപയോഗിച്ച് ബ്രൈറ്റ്നസ് കുറയ്ക്കണം. നമുക്കൊരു ഏകദേശം 25 ആ ഒരു റേഞ്ചിലേക്ക് തന്നെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി നമ്മുടെ കഴിവ് പോലെയൊക്കെ തന്നെ നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ 25 ഇട്ടേക്കുന്നത് ഏകദേശം. അതിന് 25 ഇടുന്നത് തന്നെയില്ല, അതിൽ കൂടുതൽ എന്താ പറയുക സാച്ചുറേഷനൊക്കെ കൂടി കിടക്കുന്നതിന് നമ്മൾ അതനുസരിച്ച് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ താഴത്തെ പൂവിനൊക്കെ ഒരു ചുവപ്പ് കളർ കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബ്രൈറ്റ്നസ് അങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി സെലക്റ്റീവ് ടൂൾ ചൂസ് ചെയ്യാം. എന്നിട്ട് അതിലെന്തെന്ന് വെച്ചാൽ നമുക്കതിൽ സാച്ചുറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പൂവൊക്കെ കുറച്ച് ഓവർ സാച്ചുറേറ്റഡ് ആണ്, നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. മാത്രമല്ല നമുക്ക് ആ ബ്ലാക്ക് എഫക്റ്റിൽ ഒന്നും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ഡാർക്ക് ആവും. അതുപോലെ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം അടുത്തുള്ള പോർഷൻസെല്ലാം തന്നെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ട് ഡാർക്ക് എഫക്റ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒന്നുകൂടി എനിക്ക് ഇത് റീ എഡിറ്റ് ആയതിനാണ് എനിക്ക് ഡൗട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ബ്രൈറ്റ്നസ് അവിടെ നിന്ന് കൺട്രോൾ ചെയ്തു. അത് ക്ഷമിക്കുക, നിങ്ങൾ ചെയ്യുമ്പം ആ ഓർഡർ അനുസരിച്ച് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. അതായത് സ്നാപ്സീഡ് ഉപയോഗിച്ചുള്ള വർക്ക് ഇത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയുടെ വർക്കും ഇത്രയേ ഉള്ളൂ. ഈ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഞാനിതിലൊരു എക്സ്ട്രാ ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യാൻ പോകണം. അതായത് ഒരു ഫിൽറ്ററും കൂടി ആഡ് ചെയ്യാൻ പോകണം. ആ ഫിൽറ്റർ സ്നാപ്സീഡിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ എഫക്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ആ ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ലൈറ്റ് റൂം എടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്യേണ്ട ഫിൽറ്റർ എടുക്കുക. ഫിൽറ്റർ എടുത്ത ശേഷം അത് വിൻറ്റേജിൽ ഏതെങ്കിലും ഒന്നാണ് ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾക്ക് വിൻറ്റേജിൽ ഇഷ്ടംപോലെ കിടപ്പുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിൽ ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറയുന്നത് വിൻറ്റേജ് 7 ആയിരിക്കും. അതെന്താണെന്ന് ഞാൻ ചൂസ് കഴിഞ്ഞ് സൂം ചെയ്ത് കാണിച്ചു തരാം. ആ വിൻറ്റേജ് 7 കൂടി ഇടുമ്പോൾ ആ ഫോട്ടോയ്ക്ക് കൊടുക്കുന്നൊരു ഭംഗിയുണ്ട്, അത് പറയാൻ പറ്റുന്നില്ല. അത് അത്രയ്ക്കും നിങ്ങൾ സൂം ചെയ്ത് നോക്കുക. ശരിക്കും വേറെ ലെവൽ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വാൾപേപ്പറൊക്കെ ആക്കി ഇടാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഇമേജാണ്. അത് ഡെസ്ക്ടോപ്പിൻ്റെ വാൾപേപ്പർ ആക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പർ ആക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം pe.capture. ബൈ ബൈ.